ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വെക്കുന്നത് നാടൻ ചിക്കൻ കറിയാണ്. അല്ലെങ്കിൽ ജലദോഷത്തിൻ്റെ വിഷയമുള്ളതുകൊണ്ട് കേട്ടോ ഈ ഒരു സൗണ്ടിന് പ്രശ്നമുണ്ട്. ഇത് നമ്മൾ സവാളയുടെ കൂടെ കൊച്ചുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അങ്ങനെയുള്ള എല്ലാം കൂടെ ചതച്ച് ചേർത്ത് സവാള മൂപ്പിക്കുന്നതോടെ മൂപ്പിച്ച് വെച്ചേക്കും കേട്ടോ. നല്ല വഴറ്റിയെടുക്കണം. മസാല, മുളക് പൊടി, കാര്യങ്ങളെല്ലാം ഉണ്ട്. നാടൻ കറിയാണ് നമ്മൾ വെക്കുന്നത്. നാടൻ കോഴിക്കറി. ഇത് കരിയാപ്പൽ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. ഉപ്പ് ഇടാൻ പറ്റും. നേരത്തെ ചാല ഇട്ടിട്ടുണ്ട്. എല്ലാം വഴന്നിട്ട് നല്ലതായിട്ട് വഴന്നു. ചട്ടി ആകുമ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് സോഫ്റ്റായിട്ട് വരും. അടിയും പിടിക്കില്ല. കറിയാകുമ്പോഴത്തേക്ക് നമുക്ക് നല്ലതായിട്ട് ചെറുള്ളി അരച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളി അരച്ചിട്ടുണ്ട്. തക്കാളിപ്പഴം അരച്ചിട്ടുണ്ട്. നമുക്കറിയാത്ത ഇനി ലാസ്റ്റ് നമുക്ക് കുറച്ച് ഇടാൻ പറ്റും. തക്കാളിപ്പഴം അരച്ച് പച്ചമുളക് അരച്ചിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണ നമുക്ക് ഒത്തിരി വേണ്ട. നമുക്ക് ഇപ്പം ചിക്കൻ്റെ നമ്മുടെ വലിയ ഊര് വരുന്നതുകൊണ്ട് ഒത്തിരി വേണ്ട. ശകലം ഒഴിച്ചു കൊടുക്കാം. ചെറുത് പൊട്ടായിരിക്കണം. നമ്മൾ ഈ ഉള്ളിയെല്ലാം കൂടെ നല്ല വഴറ്റിയെടുക്കണം കേട്ടോ. ഇതിലിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, തക്കാളി നമ്മൾ ഇതിലൂടെ ചതച്ചെടുത്ത് കേട്ടോ. നല്ല അരഞ്ഞല്ല, ജസ്റ്റ് ചതച്ച് എടുത്ത് ഇതൊക്കെ കൂടി ഇട്ട് എണ്ണയിലിട്ട് കടുക് പൊട്ടിച്ച് മിക്സ് ചെയ്ത് നല്ല പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇറച്ചിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് മസാല ഇടാം കേട്ടോ. മസാല അവസാനം വേണേൽ നമുക്ക് ഇടാം. ഇതെല്ലാം കൂടി ഇട്ട് നല്ല മൂപ്പിച്ച് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പൊടി ഇങ്ങനെ ഡ്രൈ ആയിരിക്കുമല്ലോ, ഒരു ഇച്ചിരി നനവോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ എല്ലാം കൂടി ഇടുമ്പോഴത്തേന് അതിലോട്ട് പിടിക്കാനൊരു എളുപ്പത്തിന് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. അപ്പോൾ നമുക്കാണെങ്കിൽ ഉണങ്ങിയിരിക്കുമല്ലോ, അപ്പോൾ അതെല്ലാം ചിക്കനിലോട്ടൊക്കെ പിടിക്കും. എന്നിട്ട് കുറച്ച് നേരം ഇളക്കുക. ഈ അടുപ്പിലാവുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കനലിലിട്ടും അല്ലാതെ ഇച്ചിരി തീ കുറച്ചും ഒരു കഷ്ണം മാറ്റിയും അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്ക് തീ കുറച്ച് ഈ പൊടിയൊക്കെ നല്ല മൂപ്പിച്ച് പാകത്തിലാക്കി എടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് അതിലോട്ടിട്ട് നല്ല ഇളക്കിയെടുക്കുക, നല്ല പുരട്ടിയെടുക്കുക. നല്ല മാക്സിമം ഒരു 5-10 മിനിറ്റോളം ഇളക്കണേ. കാരണം എല്ലായിടത്തും എല്ലാ കഷ്ണത്തിലും മസാല പിടിച്ച് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട്. നല്ല ചിക്കനൊക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ച് ഓൾറെഡി ഒരു കറിവേപ്പില ഇട്ടതാണ്. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച കറിവേപ്പില ഒരുപാട് ഇട്ടാലും നല്ല കേട്ടോ, ടേസ്റ്റ് ആവും. അങ്ങനെ കുറേ കൂടെ കറിവേപ്പില ഉണ്ടായിരുന്നു, അതെല്ലാം കൂടി ഇട്ട് ഇളക്കി. എന്നോട് പറഞ്ഞ്, ഞാൻ ജസ്റ്റ് ഇളക്കാൻ കൂടിയപ്പോൾ എന്നോട് പറഞ്ഞു അതിങ്ങനെ എല്ലാം കൂടി ചേർത്ത് കൂട്ടി വെക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വെച്ചത് ശരിയാവാഞ്ഞിട്ട് അങ്ങനെയല്ല ഇങ്ങനെ അതും പറഞ്ഞിട്ട് പുള്ളിക്കാരനും കൂടെ ഇങ്ങനെ വെക്കുക. എല്ലാം കൂടെ ഇളക്കി ചേർത്ത് ഇളക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇളക്കി മിക്സാക്കി ഇങ്ങനെ പൊത്തി വെച്ചു. എന്നിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് വെച്ച് അതിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അടച്ച് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞാൽ വരുന്നത്. അപ്പോഴത്തേനും അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി റോസ്റ്റ് പോലെ ഇങ്ങനെ ആയി വരുന്നത്. നല്ല രസമുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലേ, നല്ല രുചി ഉണ്ടായിരിക്കും. പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. കാണുന്ന പോലല്ല, കാഴ്ചയിലും ഉണ്ട്, അതുപോലെ തന്നെ രുചിയിലും സൂപ്പറായിരുന്നു. എന്നിട്ട് അത് ഇച്ചിരി കൂടെ വേവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ അടച്ച് വെച്ചേ. ആ സമയത്തിനോട് പറഞ്ഞാൽ തേങ്ങാക്കൊത്ത് നമുക്ക് ഇച്ചിരി ഇങ്ങനെ തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ട് അത് കുറച്ച് എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നമുക്ക് കറി അടിപൊളിയായിട്ട് വന്നത് ഗൈസ്. നല്ല നമുക്ക് ഗ്രേവി നോക്കുക. ഞാനത് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി, ഉപ്പൊക്കെ ഉണ്ടോ നോക്കാൻ. അങ്ങനെ നോക്കിയപ്പോൾ അതിന് അടിപൊളിയായിരുന്നു. ഞാൻ 3-4 വട്ടം ഉപ്പ് നോക്കി കേട്ടോ, കാരണം നമുക്ക് നല്ല രുചി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ. എന്നിട്ട് അത് കുറച്ച് നേരം ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ ഇളക്കി വെച്ച് എന്നിട്ട് വറുത്ത് വെച്ച് തേങ്ങാക്കൊത്തും കൂടെ അതിലോട്ടിട്ട് കേട്ടോ. നമുക്ക് ഈ ഇറച്ചിയുടെ കൂടെ നാടൻ കോഴിക്കറിയാണല്ലോ, അപ്പം നമുക്ക് അതിനോട് ആ തേങ്ങാക്കൊത്തൊക്കെ ഈ ബീഫിലാണെങ്കിലും നമുക്കിടാം. നല്ല രുചി ഉണ്ടായിരിക്കും തേങ്ങാക്കൊത്ത് ആ കൂടെ ഒന്ന് കടിക്കുമ്പോൾ. അങ്ങനെ ആ തേങ്ങാക്കൊത്തെല്ലാം കൂടെ ഇട്ട് ഇളക്കി ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എല്ലാം കൂടെ വെച്ച്. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്ക്, നല്ല ഗ്രേവി വന്നിട്ടുണ്ട്. എന്നിട്ട് വേണ്ടേ കപ്പ പുഴുങ്ങിയ ഉണ്ടായിരുന്നേ. അപ്പോൾ അതിലോട്ട് ഇച്ചിരി കറികൾ എടുത്ത് വെച്ച് നമ്മൾ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അതും പോരാ ഞാൻ ഇച്ചിരി വീഡിയോ എടുക്കാനായിട്ട് ഒരു കഷ്ണം എടുത്തുകൊണ്ട് വന്ന് ഒരു പാത്രത്തിൽ വെച്ച് ചൂടാട്ടോ, അതാ ഈ പാട്.
എന്നിട്ട് അതൊരു ഇച്ചിരി മുറിച്ചെടുത്ത് വേണ്ട നിങ്ങൾക്ക് കാണിച്ചു. നല്ല കളറുണ്ട് ഇപ്പോൾ കണ്ടോ. അതാ വെട്ടത്തും അവിടെ ഇച്ചിരി വെട്ടത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അങ്ങനെ കഴിച്ചു നോക്കി ഗേയ്സ്, അടിപൊളി രുചിയായിരുന്നു, സൂപ്പർ. ആണോ?